നമസ്കാരം. എൻ്റെ പേര് അന്നക്കുട്ടി മാത്യു. എല്ലാവർക്കും അറിയാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞതാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഉലുവ കൊണ്ടുള്ള ഒരു മരുന്ന് ആണ്. ഉലുവ ഉണ്ട എന്ന് പറയും. തണുപ്പുള്ള കാലത്തും പ്രസവിച്ച് കിടക്കുന്ന സമയത്തും ഒക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉലുവ 1/2 കിലോ, ശതകുപ്പ 100 ഗ്രാം, ആശാളി 100 ഗ്രാം, ഞാവരേരി ഒരു 50 ഗ്രാം, നല്ല ജീരകം 50 ഗ്രാം, അയമോദകം 100 ഗ്രാം, കരിഞ്ജീരകം 50 ഗ്രാം, മുതിര 100 ഗ്രാം, എള്ള് 50 ഗ്രാം, തേങ്ങ ഒരു തേങ്ങ, 2 കവറിലായിട്ട് ഒരു തേങ്ങയുണ്ട്, ശർക്കര 1/2 കിലോ, പിന്നെ ഒരു 5-6 ഏലക്കായുടെ അരി. ഇത്രയും സാധനങ്ങളാണ് ഈ ഉലുവ ഉണ്ടയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കി അതിലേക്ക് തേങ്ങ ഇട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. രണ്ട് കപ്പ് വെള്ളത്തിൽ ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കര ഉരുകി കഴിയുമ്പോൾ അതിലോട്ട് 2 തേങ്ങ ഇടണം. ശർക്കര നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. അതിലോട്ട് രണ്ട് തേങ്ങ ഇടാം. ഈ 2 കവറിലെ തേങ്ങയാണ് ഇടുന്നത്. 2 തേങ്ങ കാണും. ഇങ്ങനെ തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് തിളക്കട്ടെ. നമുക്ക് സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം. ആദ്യം ഉലുവ ഇടാം. 1/2 കിലോ ഉലുവയാണ്. അധികം മൂത്ത് പോകണ്ട. അതൊക്കെ ഒന്ന് നല്ലതുപോലെ ചൂടായാൽ മതി. കൂടുതൽ വറുത്താൽ എൻ്റെ ഗുണം കുറയുമല്ലോ. എടുക്കാറായിട്ടുണ്ട്. പാകത്തിന് വറുത്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ വറവായതുകൊണ്ട് വേറെ വേറെ വറുത്തെടുക്കണം. ഇനി നമുക്ക് അരി കഴുകി വെള്ളം വെറ്റിച്ച് വെച്ചേക്കുന്നതാണ്. അരി വറക്കാം. മുരിങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഉലുവ വറുത്തതിൻ്റെ കൂടെ ഇടാം. ഞവരിയരി ഇല്ലെങ്കിൽ സാധാ അരിയാണെങ്കിലും മതി. ഞവരിയരി മരുന്നാണ്, അതുകൊണ്ട് ഏറ്റവും നല്ലത് ഞവരിയരിയാണ്. സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കഴിയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിടാം. ഇനി നമുക്ക് മുതിര ഇടാം. വളരെ ശരീരത്തിന് വളരെ നല്ലതാണ്. കുതിരയുടെ ശക്തി മുതിരയാണെന്ന് പറയും. കുതിരയ്ക്ക് തീറ്റ കൊടുക്കുന്നത് മുതിരയാണെന്നാണ് പറയുന്നത്. കുതിരയ്ക്ക് നല്ല ശക്തിയാണെങ്കിൽ അതുപോലെ നമ്മുടെ എല്ലുകൾക്കും ഒക്കെ നല്ല ബലം കിട്ടാൻ മുതിര വളരെ നല്ലതാണ്. ഇനി അത് വറുത്ത കൂട്ടിലേക്കിടാം. ഇനി നമുക്ക് അയമോദകം വറുത്തെടുക്കാം. അയമോദകം 100 ഗ്രാം ഉണ്ട്. നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത് വറുത്ത കൂട്ടിലേക്ക് ഇടാം. ശതകുപ്പ 100 ഗ്രാം, ഇതൊക്കെ അങ്ങാടി മരുന്നുകളാണ്. ശരീരത്തിന് വളരെ നല്ല സാധനങ്ങളാണ്. ഇത് ശതകുപ്പ. ഇതും നല്ലപോലെ പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതും പിന്നെ നമുക്ക്
ഇനി ആശാളിയാണ്. ആശാളി ഒരു 100 ഗ്രാം ഉണ്ട്. ആശാളി മുരിങ്ങ ഇട്ടിട്ടുണ്ട്. അത് ജീരകം, നല്ല ജീരകം. അതിൽ ഒരു 6 ഏലക്കായുടെ തരി കൂടി ഇട്ടിട്ടുണ്ട്. ജീരകം നല്ലപോലെ ചൂടായിട്ടുണ്ട്. കരിഞ്ജീരകം 50 ഗ്രാം. ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അത് മഞ്ഞെടുക്കാം. എള്ള്, വെളുത്ത എള്ളാണ്. എള്ളും പാകത്തിനായിട്ടുണ്ട്. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പൊടിച്ച് കഴിയുമ്പോൾ നമ്മൾ ശർക്കര പാനിയിൽ തേങ്ങ ഇട്ട് വറ്റിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് ഉണ്ടയാക്കി ഉരുട്ടി എടുക്കണം. ഉലുവ ഉണ്ട ഉണ്ടാക്കാനുള്ള വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചാണ് പൊടിക്കുന്നത്. ശർക്കര പാനിയിൽ തേങ്ങ ഇട്ട് വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് പൊടിച്ചു വെച്ച പൊടിയിൽ ശർക്കര പാനിയും തേങ്ങയും കൂടെ ഉള്ളതൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി ഇതുപോലത്തെ ഉരുളകളാക്കി ഉരുട്ടി കുപ്പിയിലാക്കി വെക്കാം. എല്ലാ ദിവസവും ഓരോ ഉണ്ടയെടുത്ത് കഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കണ്ട, വലിയവർ കഴിച്ചാൽ മതി. ഇതിപ്പോൾ തണുപ്പുള്ള സമയത്ത് മാത്രം കഴിക്കണമെന്നില്ല. കാരണം ഉലുവ മാത്രമല്ല, ഇതിൽ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഇതുപോലെ ഇത് മുഴുവനും ഉരുട്ടി കുപ്പികളിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇത് അങ്ങാടി മരുന്നുണ്ട് കുറച്ച്, അത് അങ്ങാടി കടയിൽ നിന്ന് മേടിക്കണം.